ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം തമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി എനിക്കറിയില്ല. അപ്പം ഞാൻ ചുമ്മാ തമ്പനിയിൽ അങ്ങനെ പറഞ്ഞതല്ല. അതിനുള്ള റീസൺ, അത് ജസ്റ്റിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഒരുപാട് മോഹൻലാൽ ഫാൻസ് ഉണ്ട്. നമുക്ക് മമ്മൂക്ക ഈ സിനിമയിൽ ആവശ്യമില്ല, നമുക്ക് ലൂസിഫർ ഫ്രാഞ്ചൈസിൽ മമ്മൂക്കേന്റെ ആവശ്യമില്ല എന്നൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരുപാട്, അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. എനിക്കറിയാം എന്താ കാരണം എന്നും. ഞാനിത് വേറൊരു ആസ്പെക്റ്റിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പം അതിന് മുമ്പേ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ഈ ഒരു വീഡിയോക്ക് തമ്പനയിൽ ഇതായത് കൊണ്ട് കുറച്ച് പേര് മമ്മൂട്ടി ഫാൻസ് ഇത് കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് കരച്ചിലുകൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഇത്ര കാലം വേറെ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, ഇപ്പൊ ഇങ്ങനെയൊക്കെയായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 മൂവി ആയിട്ട് വന്നപ്പം അവര് കൊണ്ടുവന്ന പുതിയ കാര്യമാണ്. ഇത് ടൊവിനോ ഫാൻസ് കൊണ്ടാണ്, പൃഥ്വിരാജ് ഫാൻസ് കൊണ്ടാണ്, ലാലേട്ടന്റെ കഴിവ് കൊണ്ടല്ല എന്നൊക്കെയുള്ള ഡയലോഗുകൾ സ്ഥിരം ആ ടൈപ്പ് ഓഫ്, നമുക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. പക്ഷെ എന്നാൽ ഇതിനു മുമ്പ് ഞാൻ പറയണ്ടേ, ഞാൻ എന്റെ ചാനലിൽ ഒരിക്കലും മിക്കയെ പറ്റി ഒരു മോശവും പറയില്ല എന്ന് ഞാൻ ഔട്ട് ഓഫ് റെസ്പെക്ട്, മിക്കനോടുള്ള റെസ്പെക്റ്റും ബീങ് എ ഡൈഹാർഡ് ഡയറക്ടർ ഫാൻ, ബട്ട് ഭയങ്കര റെസ്പെക്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അത് ആ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഫാൻസിനോട് ചില കാര്യങ്ങൾ നമുക്കത് പറയേണ്ട ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ബേസിക്കലി അവർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കണ്ണടച്ചിട്ടാക്കുന്ന ഒരു പരിപാടി തന്നെയാണത്. കാരണം ഇപ്പൊ എല്ലാ മലയാളികൾക്കും, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം, മലയാളത്തിലെ ഏറ്റവും വലിയ താരം അത് മോഹൻലാലാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ വലിയ സ്റ്റഡീസ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുത്ത സിനിമകളും, ഫസ്റ്റ് 50 crore, ഫസ്റ്റ് 100 crore, ഏറ്റവും കൂടുതൽ 100 crore ഉള്ള നടൻ, അങ്ങനെ എല്ലാം അതൊക്കെ ലാലേട്ടന്റെ പേര് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ അടുത്ത് കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടപ്പോ കിട്ടിയ ചാൻസ് വെച്ചിട്ട് കുറെ പേര് അത് വലിയ സംഭവമാക്കി സംസാരിച്ചെന്നുള്ളൂ. അത് നമുക്കറിയാം, ചെറിയൊരു പോസിറ്റീവ് വന്നാൽ മതി ലാലേട്ടൻ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു നമുക്ക് അറിയുന്ന കാര്യമാണ്. ആരൊക്കെ എന്ത് പറഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ട് അവർക്കും അറിയാം, അവർക്കും ചിന്തിച്ച് അവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും വലിയ താരം മലയാളത്തിൽ, ഏറ്റവും വലിയ നടൻ ആരാന്നുള്ളതിന് ഒരൊറ്റ ആൻസർ ഉള്ളൂ: മോഹൻലാൽ. ബ്രാൻഡ് ആണ് മലയാളത്തിന്. ഇനി ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ടും ഒരിക്കലും ഒരു ആക്ടറിനും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റില്ല, നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. സോ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് പൃഥ്വിരാജ് ഫാൻസും ടോവിനോ ഫാൻസും ഒക്കെ പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവും അതില്. പക്ഷെ അവരപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്. ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവാൻ കാരണം എന്താ? ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവാൻ കാരണം എന്താ? പൃഥ്വിരാജ് മുരളി ഗോപിക്കും തോന്നിയ ഒരു സിനിമ, അതായത് ഒരു വലിയ സിനിമ. അവർ ചിന്തിക്കുമ്പോഴേ 3 ഫ്രാഞ്ചൈസി അവർ ചിന്തിച്ച സിനിമ, അവർ ചിന്തിക്കുമ്പോഴേ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറെ വെച്ച് ചെയ്യണം എന്ന് ചിന്തിച്ച സിനിമ. അതൊക്കെ അവർ ചിന്തിക്കാൻ കാരണം ആ ആക്ടറും ആ താരമൂല്യവുമാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു സിനിമ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും മലയാളത്തിൽ നിന്ന് അവർ വിശ്വസിച്ചത്. അതന്നെയാണ് ഏറ്റവും വലിയൊരു ആൻസർ ഇതിനുള്ളത്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആൾ ഈ ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അദ്ദേഹം അതിൽ ഉപയോഗിച്ചത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെയും മോഹൻലാൽ എന്ന് പറഞ്ഞ താരത്തിനുമാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് എമ്പുരാൻ വരുമ്പോൾ ആ ലൂസിഫറിനുള്ള എല്ലാ ഹൈപ്പും എമ്പുരാൻ ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. അതിന്റെ കൂടെ പൃഥ്വിരാജ് ഇത്ര ഗ്രാൻഡിയർ ആയിട്ട് മേക്ക് ചെയ്ത് വെച്ച ടീസർ ട്രെയിലർ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ അത്ഭുതമാണിത്. പൃഥ്വിരാജ് പറയുന്നത് അത്ഭുതമാണിത്. കാരണം എന്താ വെച്ചാൽ ഈ പ്രീ റിലീസ് ബുക്കിംഗ് ഭയങ്കര അത്ഭുതം. ഇന്ത്യൻ സിനിമത്തിന് ഏറ്റവും നമ്പർ 1 ആയിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. അത് ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടറിനോട് ഇന്ത്യയിലുള്ള എല്ലാ ആക്ടേഴ്സിനും, എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള റെസ്പെക്ട് ഉണ്ട് അദ്ദേഹത്തിന് ആക്ടിങ് ടാലന്റിനോടുള്ള. അപ്പോ അതിന്റെ കൂടെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു മേക്കർ, അതൊക്കെ കൂടി ഒത്തിണങ്ങിയ ഒരു 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 വല്ലാത്തൊരു കോൺഗ്രസ് ലാലേട്ടന്റെ ഭാഷ പറഞ്ഞ അങ്ങനെയാണ്. അതാണ് ഈ സിനിമ, അതാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്. സോ അതിന്റെ ഇനിയിപ്പം എന്താ പറയാ, ഇനി വേറൊരു വഴിയില്ല. തിയേറ്റേഴ്സിന് ഒന്നും പറയാൻ ഒരു വഴിയില്ല. അവരെന്നെ ട്രെയിലർ കണ്ടിട്ട് ആകെ അന്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഓക്കെ, നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം, ഇഗ്നോർ ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ വിഷയത്തിൽ വന്നാല് ഞാനത് ചുമ്മാ കൊണ്ട് പറഞ്ഞ കാര്യമല്ല. ഞാൻ ജസ്റ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയോ കണ്ണിൽ പെട്ടൊരു കാര്യമാണ്. പക്ഷെ അത് ചിന്തിക്കാൻ വേറെ കാര്യമുണ്ട്. എമ്പുരാൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ട് മുതലേ എമ്പുരാൻ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നമ്മൾ നോട്ട് ചെയ്ത കാര്യമുണ്ട്. എമ്പുരാനിൽ 2A, എംപുരാന്റെ 2A റെഡ് ആണ്, ബാക്കി എല്ലാ ലെറ്റേഴ്സും ഒരു കളറിലും. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും? ഞാൻ ഇത്രകാലം എന്റെ അസംഷൻ അത് എബ്രാം ഖുറേഷി എബ്രാം എന്നായിരുന്നു. പക്ഷെ ഇപ്പം എപ്പോഴും ഖുറേഷി എബ്രാം എന്ന് മാത്രം ലാലേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി എല്ലാവരും പറയുന്നത്. ഖുറേഷി എബ്രാം, ആ ഖുറേഷി എബ്രാം എന്നുള്ളത് AA ആണോ അത് എന്നുള്ളത് നമുക്ക് ചെറിയ സംശയങ്ങളുണ്ട്. ഈ AA എന്നുള്ളത് എന്തുകൊണ്ട് 2 ക്യാരക്ടേഴ്സ് ആയിക്കൂടാ? അപ്പൊ വന്നൊരു പേരാണ് ആദം ഖുറേഷി, എബ്രാം ഖുറേഷി. ഇത് പക്കാണ്, ഇത് വെറും അസംഷൻ ആണ്, നമ്മുടെ വൈൽഡ് തോട്ടാണ്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കുഴപ്പമില്ല. കാരണം ഈ സിനിമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പല കഥ സ്പീക്ക് കോഡിങ്ങും പല രീതിയിൽ പലതും നമ്മൾ സംസാരിക്കുന്ന അങ്ങനെ ഏറ്റവും കൂടുതൽ സംസാരിച്ച സിനിമയാണ് എമ്പുരാൻ. നമ്മൾ ഇനിയും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് പോലും വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്ന് അറിയാം. സോ ഇങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇതിനുള്ള ഒരു ജസ്റ്റിഫൈ ചെയ്യാനുള്ള റീസൺസ് ഞാൻ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാല്, ഇതിപ്പോ നമ്മളൊരു 2ാം ഭാഗമാണ് ലൂസിഫറിന്റെ L2 എമ്പുരാനായിട്ട് കാണാൻ പോകുന്നത്. ഇതിലൊരു 3ാം ഭാഗം എന്തായാലും ഉണ്ട് എന്ന് ഉറപ്പിച്ച പൃഥ്വിരാജ്. ഇനി നമുക്ക് ഇപ്പം തന്നെ ഇതിന്റെ പ്രീ റിലീസ് ഈ ബുക്കിംഗ് കാണുമ്പോൾ നമുക്കറിയാം 3ാം ഭാഗം എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം.
ഓക്കെ. അപ്പം മൂന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഭാഷയിൽ ഇപ്പോഴും ഇതൊരു ചെറിയ സിനിമയാണ്. മൂന്നാം ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറ്റവും വലിയ സിനിമ. അപ്പം ഒരു ചെറിയ സിനിമയിൽ അദ്ദേഹം ലാലേട്ടന്റെ കൂടെ ഇത്ര ഇന്റർനാഷണൽ ആക്ടേഴ്സിനും ഇനി നമ്മൾ കാണാൻ പോകുന്ന പല സർപ്രൈസ് ആക്ടേഴ്സുകളും രണ്ടാം ഭാഗത്ത് തന്നെ ഉണ്ട്. ഒരു മൂന്നാം ഭാഗം വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണ്. അത് ഇതിനെക്കാട്ടും വലുതാക്കണമെങ്കിൽ, ഇതിനും വലിയ വേൾഡിലേക്ക് പോകണമെങ്കിൽ അതിൽ ഇനിയും ഇതിനും വലിയ ആക്ടേഴ്സ് മലയാളത്തിൽ നിന്നും എല്ലാ ലാംഗ്വേജും ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഒക്കെ അതിലേക്ക് വരണം. സോ അപ്പം ഏറ്റവും കൂടുതൽ ചാൻസ്, കാരണം അവരുടെ മോഹൻലാൽ മമ്മൂക്ക കോമ്പിനേഷനുള്ള ഒരു രസമുണ്ട്. നമ്മൾ എത്ര ഹേറ്റേഴ്സും എത്ര ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവർ ഒരുമിച്ച് വരുമ്പോഴുള്ള ഒരു ഇതുണ്ട്. അപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ ആക്ടർ ഒരിക്കലും അത് മിസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ എന്റെ ഒരു ഗസ് പറയാനുള്ള ഒരു മെയിൻ കാരണം അതാണ്. ഇതൊരു മൂന്നാം ഭാഗത്തിലേക്ക് വെച്ചുകൊണ്ട് മൂന്നാം ഭാഗത്തിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടാകുന്ന ഒരു രീതിയിൽ വരാണോ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എ എന്ന് പറയുന്നത്, ഇന്ന് ഹൈദരാബാദിൽ നടന്ന പ്രസ് മീറ്റിൽ പോലും ഒരു ആള് ചോദിച്ചപ്പോ ഈ എന്താന്ന് വെച്ചപ്പോ അത് ഞാൻ പറയില്ല എന്നാണ്, സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞ പൃഥ്വിരാജ് പറഞ്ഞത് ഇന്ന് പോലും. സോ അതിലെന്തോ ഉണ്ടോ, അതിൽ ഇങ്ങനെ ഒരു പുതിയൊരു ക്യാരക്ടറും കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒരു അൺപ്രേഷ്യഡ് ബ്രദർ ഓർ ആ ഒരു നെക്സസിൽ വരുന്ന ആ ഒരു മെഗാ സിൻഡിക്കേറ്റ് ഗ്രൂപ്പിൽ വരുന്ന വേറൊരാളായിട്ട് മമ്മൂക്ക ഒരു റോളില് എമ്പുരാനിൽ ഉണ്ടെങ്കിൽ, അതായത് എമ്പുരാന്റെ തുടർച്ചയിലേക്ക് കൂടുതലായിട്ടുള്ള സ്ക്രീൻ സ്പേസ് വരുന്ന ഒരു റോളിൽ മമ്മൂക്ക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി മമ്മൂക്ക അല്ല ഏതെങ്കിലും വേറൊരു സൂപ്പർ സ്റ്റാർ, നമ്മൾക്ക് ഭയങ്കര പ്രിയങ്കരനായ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ, കാരണം അങ്ങനെ ഒരു ചാൻസിന്റെ ഏറ്റവും വലിയ പോസിബിലിറ്റിയും ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാല് L3 ഈവൻ ബിഗർ ആണ്. ഇതിനെക്കാട്ടും ഒരു 5 മടങ്ങ് 10 മടങ്ങ് വലുതാക്കണം L3 എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. കാസ്റ്റിംഗ് കൊണ്ടുകൂടി നമ്മൾ ഇത് സമ്പന്നമാവണമെങ്കിൽ ഈ തരത്തിലുള്ള ആക്ടേഴ്സ് അതിൽ വരണം. അപ്പൊ ഇവരുടെ കോമ്പിനേഷൻ വന്നാൽ ഒരു ഗംഭീരമായിരിക്കും. സ്റ്റിൽ എനിക്കറിയാം നമ്മളെ ഒരുപാട് മോഹൻലാൽ ഫാൻസ് ഉണ്ട് മമ്മൂക്കന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്, കാരണം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷേ കാരണം പൃഥ്വിരാജും മുരളി ഗോപിയും ഒക്കെ മമ്മൂക്ക വെച്ച സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. മേ ബി നമുക്കറിയില്ല അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഈ സിനിമയില്. മൂന്നാം ഭാഗത്തിലേക്ക് ലീഡ് ഇട്ടുകൊണ്ട് മേ ബി നമ്മൾ മമ്മൂക്കനെ ഇതിൽ കാണാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. സോ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ സംശയങ്ങൾ പറയാനുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. 27-ാം തീയതി സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടില്ല അതിനുള്ള. നിങ്ങൾക്ക് എന്താണ് ഈ മാറ്ററിൽ തോന്നുന്നത്? എമ്പുരാൻ എന്ന് പറഞ്ഞ ഈ ടൈറ്റിലെ 2A നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ തോന്നിയത് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ഇട്ട് അറിയിക്കുക. അടുത്തൊരു വീണ്ടും കാണാം. ബൈ.